കരിമണൽ വിഷയം ഉയർത്തിയുള്ള ശോഭാ സുരേന്ദ്രന്റെ നീക്കത്തെ പിന്തുണയ്ക്കാതെ ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം. ശോഭാ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാനെത്തിയ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വിഷയം പരാമർശിച്ചതേയില്ല. അരമണിക്കൂർ നീണ്ട പ്രസംഗത്തിൽ മറ്റ് രാഷ്ട്രീയ വിഷയങ്ങൾ പരാമർശിച്ച സുരേന്ദ്രൻ കരിമണൽ എന്ന വാക്കുപോലും ഉച്ചരിക്കാൻ തയ്യാറായില്ല. ആലപ്പുഴയിൽ എൻ.ഡി.എ സ്ഥാനാർത്ഥിയായി എത്തിയപ്പോൾ മുതൽ കരിമണൽ വിഷയം ഏറ്റെടുത്താണ് ശോഭാ സുരേന്ദ്രന്റെ പ്രചരണം. CMRL മാസപ്പടി വിവാദത്തിൽ മുങ്ങി നിൽക്കുന്ന ഇടതുമുന്നണിക്കൊപ്പം കോൺഗ്രസിനെ കൂടി സംശയത്തിലാക്കുന്ന ആക്ഷേപങ്ങൾ ഉന്നയിച്ചാണ് ശോഭയുടെ നീക്കങ്ങൾ. എന്നാൽ ബി.ജെ.പി. ജില്ലാ നേതൃത്വം ഈ വിഷയം ഇനിയും ഏറ്റെടുത്തിട്ടില്ല. മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ സംസ്ഥാന അധ്യക്ഷൻ ആലപ്പുഴയിലെത്തുമ്പോൾ കരിമണൽ വിഷയം മുൻനിർത്തിയുള്ള പ്രചരണത്തിന് പിന്തുണ നൽകുമെന്നായിരുന്നു ശോഭാ സുരേന്ദ്രനൊപ്പമുള്ളവരുടെ പ്രതീക്ഷ. എന്നാൽ കരിമണലുമായി ബന്ധപ്പെട്ട് ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ച ആക്ഷേപത്തെക്കുറിച്ചോ മാസപ്പടി വിവാദത്തെക്കുറിച്ചോ ഒരു വാക്കുപോലും കെ സുരേന്ദ്രൻ മിണ്ടിയില്ല. വനിതാ സംവരണം, ന്യൂനപക്ഷ പ്രീണനം എന്നീ വിഷയങ്ങളെക്കുറിച്ചാണ് സുരേന്ദ്രൻ പ്രസംഗിച്ചത്. മുത്തലാഖ് ചൊല്ലി അവരെ വഴിയാധാരമാക്കുന്നതിനെതിരായ നിയമം കൊണ്ടുവന്നപ്പോൾ ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കാൻ സൂത്രധാരത്വം വഹിച്ച ആരിഫ് MP കനൽ ഒരു തരി അതിനെതിരായിട്ടുള്ള നിലപാടാണ് പാർലമെന്റിൽ സ്വീകരിച്ചത്. മിസ്റ്റർ KC വേണുഗോപാൽ, നിങ്ങൾ എത്ര പേർക്ക് സ്ത്രീകൾക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ടിക്കറ്റ് കൊടുത്തിട്ടുണ്ട്? കോൺഗ്രസ് പാർട്ടി UDF ഒരേ ഒരു വനിതയ്ക്ക് മാത്രമാണ് ടിക്കറ്റ് കൊടുത്തത്. വലിയ സ്ത്രീ വിമോചനം പ്രസംഗിക്കുന്ന CPIM പാർട്ടി 2 വനിതകൾക്കാണ് അവസരം കൊടുത്തത്. എന്നാൽ മോദിയുടെ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി NDA 5 സ്ത്രീകൾക്കാണ് കേരളത്തിൽ ടിക്കറ്റ് കൊടുത്തത്. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെ 5 വനിതകൾക്ക്. 2 മുന്നണികളെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കുക ലക്ഷ്യത്തോടെയാണ് ശോഭാ സുരേന്ദ്രൻ പ്രചരണത്തിന് തുടക്കത്തിൽ തന്നെ കരിമണൽ വിഷയം ഉന്നയിച്ചത്. എന്നാൽ പാർട്ടി ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾ അതിനെ പിന്തുണയ്ക്കാതെ വന്നതോടെ തന്ത്രം പിഴച്ച മട്ടിലാണ് കാര്യങ്ങളുടെ പോക്ക്. റിപ്പോർട്ടർ, ആലപ്പുഴ.